ഈ വീഡിയോ ഫുള്ള് കാണുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക, സബ് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, സബ് അടിക്കണേ. അമ്മേ എന്തെങ്കിലും പറയാനുണ്ടോ അമ്മേ? ആ, അപ്പൊ അത് തന്നെ. ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ രാവിലെ എണീച്ചതേ ഉള്ളൂ. ഇവിടെ സൺഡേ ആയിട്ട് കുറെ പരിപാടികളൊക്കെ നടക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. ദേ അമ്മയും മരുമ്പോളും കൂടെ ഉളങ്കമാണ് രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ എന്താ ഇവിടെ ഉണ്ടാക്കാൻ? രാവിലെ ഉണ്ടാക്കാനോ? സ്പെഷ്യലാ, മസാല ദോശ ഉണ്ടാക്കിയാലോ? കാരണം അവിടെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അരിഞ്ഞ് പെറുക്കുക, ഉണ്ടാക്കുക, എനിക്കും കൂടെ തരിക. ഓക്കെ, അത് ഇവിടെ അരിഞ്ഞ് പെറുക്കുന്നതായിരിക്കുമല്ല. അരിഞ്ഞ് വെക്ക, ഞാൻ കുളിച്ചിട്ട് തരാം. ആണോ? അമ്മ അതേ രാവിലെ തന്നെ അല്ല അരിഞ്ഞ് കയറാനായില്ലയോ? കുളിച്ചിട്ട് തരാം. അവൾ ഓടി. ഞാനല്ല നിന്റെ പെണ്ണുമ്പളെ കുഴപ്പമില്ല. ഇത് മസാല ദോശക്കുള്ള ഐറ്റംസ് ആണ്. ഇതെല്ലാം പെറുക്കി രാവിലെ പെറുക്കി എല്ലാം അരിഞ്ഞിട്ട് വല്ലതും കഴിച്ചിട്ട് എവിടെയെങ്കിലും മാറി ഇരിക്കാമല്ലോ. പെട്ടെന്നാണ്. ഞങ്ങക്ക് രാവിലെ കുറച്ച് പ്ലാനിങ് ഒക്കെ ഉള്ള. നിങ്ങളുടെ പ്ലാനിങ് ഞാൻ എന്ത് ചെയ്യും? അത് നമ്മുടെ രാവിലത്തെ പ്ലാനിങ് എന്തൊക്കെയാന്ന് പറഞ്ഞു കൊടുത്തേ. രാവിലെ വല്ലതും കഴിക്കണം, കടപ്പുറം ഷോപ്പിംഗാ? എടി പോയി കുളിക്കടി, നീ പോ. ഞാൻ പോവാ. അത് അങ്ങോട്ടോടാ പോ, അങ്ങോട്ട് പോടി. ഒത്തിരി രാവിലെ ഇരുന്നിട്ട് പഴയ വീഡിയോസിന്റെ കൗണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് മസാല ദോശയിലേക്ക് പോവാം. മിണ്ടത്തില്ല, നമ്മളെല്ലാരും പിടിക്കും. രാവിലെ മസാല ദോശക്കുള്ള ഇത് മസാല കൂട്ടല്ലേ അമ്മേ? മസാല കൂട്ടുക. എത്തി കഴിക്കാനോ ഇത് ഉണ്ടാക്കണ്ടേ? ശരിയാ, കിളക്കിക്ക് നോക്കട്ടെ എങ്ങനെ ഉണ്ടാക്കുന്നത്. തന്നെ അങ്ങോട്ട് പഠിച്ചു. ഈ ടി വി ഷോയിലൊക്കെ പറഞ്ഞിട്ട് പറയടി, സം പൊട്ടറ്റോ, സം കടുവറ, കടുവറ കടുവറ കടുവറ. പച്ചമുളകും ക്യാരറ്റ്, സവാള. നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന മസാല ദോശ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ട് മസാല ദോശ ഉണ്ടെങ്കിൽ കഴിക്കാൻ നോക്കാം. ഒത്തിരി ഇപ്പോൾ ഹോട്ടലിൽ ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല. കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങൾ ഹോട്ടലിലൊക്കെ പോയി കുഴിമന്തിയൊക്കെ കഴിച്ചത്. ഇത് എന്തൊക്കെ ഇടുന്നെന്ന് പറ. എന്നാലേ ഇഞ്ചി ഇതെല്ലാം ഞാൻ രാവിലെ അടുപ്പിച്ചു കൊടുത്തേ കേട്ടോ. അത് വെച്ചിട്ടേ ഇവര് ഇതെല്ലാം ഇന്നലെ ഇവക്കും അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹം മസാല ദോശ കഴിക്കണം. അപ്പൊ നമ്മൾ ഇന്നലെ പോയി എല്ലാം റെഡിയാക്കി എടുത്തേ അല്ലേ അമ്മേ? ഇന്നലെ പോയി എന്ത് റെഡിയാക്കി? നമ്മൾ വീട്ടിൽ അരി ഒഴുകും അരച്ചു എടുത്തു. ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ എല്ലാം. അതെ അതെ അതെ. ഇത് മഞ്ഞപ്പൊടി ചേർക്കും. രണ്ടുപേരും ഭയങ്കര ഗൗരവത്തിലാണ്. മഞ്ഞപ്പൊടി ഇട്ടു. ഇനി എന്താ ഇടാൻ പോകുന്നത്? അത് പഠിക്കുമ്പോ അതിനനുസരിച്ച് പതിയെ എല്ലാം ചെയ്യണ്ടേ. ഇനി മസാല ഇച്ചിരി മസാലപ്പൊടി ഇടുവാണേ. കണ്ടോ? മസാലപ്പൊടി ഇട്ട് ഇനി ശകലം മുളക് പൊടിയും കൂടെ സ്വല്പം ഒരു കളറിന് ഇച്ചിരി മുളക് പൊടി ഇട്ട പച്ചമുളക് ഇട്ടല്ലോ. അരി മൂക്കൊക്കെ വലിച്ചാണ്. വേവിച്ചിട്ടുന്ന രീതി ഇത്രമല്ല എന്തായിരുന്നു ഇടക്ക്. വേവിച്ചത് കിഴങ്ങ് ഇടാൻ പോവാണ്. ഇടുകയാണ്, ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഇളക്കുന്നു. ഇളക്കാൻ പറ്റത്തില്ലേ?
പറ്റില്ല. കണ്ടോ ഇവർക്ക് ആർക്ക് ഇളക്കിയിട്ട് ശരിയാകുന്നില്ല. അത് ഞാൻ തന്നെ പിന്നെ പാചകത്തിലേക്ക് തിരിച്ചു കയറിയേക്കുവാ. കണ്ടോ കണ്ടോ ഏകദേശം നമ്മുടെ കണ്ടോ മസാല റെഡി ആയതുകൊണ്ട് ഇതുപോലെ കുഴച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ആരോഗ്യം ഇല്ലാത്തത് നമ്മൾ തന്നെ കുഴക്കേണ്ടി വന്നു. ഇനി ദോശ ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ. എന്നിട്ട് മസാല ദോശ ആയിട്ട് ഇവർക്ക് നമ്മൾ കൊടുക്കാൻ പോവാം. നമ്മളപ്പോൾ ദോശ ഉണ്ടാക്കാൻ പോവാ. ഇനി രാവിലത്തെ അടുത്ത പരിപാടി ദോശ ഉണ്ടാക്കാനായിട്ട് ഞാൻ അത് പാനൊക്കെ കത്തിച്ച് ഈ വീട്ടിലെ പണി മൊത്തം ഞാനാ ചെയ്യുന്നത്. അറിയാമോ? അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അമ്മയ്ക്ക് ആകെ അറിയുന്നത് ഇതുപോലെ മാവ് ഒന്ന് വട്ടത്തിൽ കറക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ബാക്കി പണിയെല്ലാം ഞാനാ ചെയ്യുന്നത്. അതെങ്കിലും അറിയാമല്ലോ. അല്ലേ? അതെങ്കിലും അറിയാമല്ലോ. അങ്ങനെ മക്കള് വലുതായി കഴിയുമ്പോ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം മക്കൾക്ക് ഉള്ളതാ. അതെ അതെ, മൊത്തം പണിയും ഞാനാ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും അമ്മയ്ക്ക് ഇതും ചെയ്യണ്ട. മോൻ ചെയ്യും. മോനും മാവ് കഴിക്കുന്നത് കാണിച്ചു. ഇത് വെള്ളമാണോ നീ മാവ്? കണ്ടോണോ എങ്ങനെ ദോശ മാവ് കഴിക്കുന്നത്? വെള്ളം കൂട്ടി എന്തിനാ വെള്ളം കൂട്ടി? വെള്ളം പോരെ? ഇച്ചിരി മാവ് ഇട്ടുകൊണ്ട് വരാല്ലോ ഒഴിക്കാം. അത് ചൂടായില്ല. ഇല്ല പാചകക്കാൻ ചൂടായോണ്ടോ? കാണിച്ചോട് ഇങ്ങനെ വേണം ദോശ ഒഴിച്ച് പരത്താൻ. ആ ദോശ കാണിച്ചു കൊടുത്തത് കേട്ടോ. ദോശ നമ്മുടെ ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഇനി മസാല ദോശയല്ല, അപ്പം നെയ്യ് ഒഴിക്കാം. നെയ്യ് നമ്മൾ ആവശ്യത്തിന് മാത്രം. നമുക്ക് നെയ്യ് ആവശ്യത്തിന് പോരാമേ. നെയ്യ് നമ്മളിത് ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇനി അത് വെച്ചുകൊണ്ടിരിക്കാൻ കൊള്ളത്തില്ല. നേരെ കുറച്ച് മസാലയും പെട്ടെന്ന് എടുത്ത് കുറച്ച് മസാല വെക്കത്തില്ല, കാരണം എല്ലാവരും ഒന്നും കഴിക്കത്തില്ല. നമ്മളിത് വെറൈറ്റി രീതിയിൽ ഇപ്പോൾ ഇത് മടക്കാൻ പോകുന്ന കണ്ടോണം. എങ്ങനെ ഇപ്പം മടക്കുന്ന കാര്യം. ഓ പെട്ട് ഇത് മടക്കാൻ പാടാം. ഇതൊന്നും മടക്കുമോ? ആ നമ്മള് വേറൊരു ആകൃതിയിലാണ് പ്ലാൻ ചെയ്തത്. നമ്മ ഇത് ഇങ്ങനെ മടക്കുന്ന. ഓ ഇത് കോളമായി കേട്ടോ. ഇങ്ങനായിരുന്നു മസാല ദോശ മടക്കുന്നത്. അത് ഇച്ചിരി കൂടെ മൊരിയാണ്. ഇങ്ങോട്ട് പാ കേട്ടോ. ഇത് കേട്ടോ മസാല ദോശ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല, അവളോട് താന്നോ. ഒരു കുഞ്ഞിനും കൊടുക്കുന്നില്ല, ഞാൻ തന്നെ കഴിക്കാം. സാമ്പാർ കഴിച്ചു വിശന്നിട്ടാ കേട്ടോ എല്ലാരും നോക്കി ഇത് കഴിക്കുന്നത്. നമുക്കുള്ള ദോശ ഉണ്ടാക്കാം. അടിയവാ അല്ല